27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്ത് ബി.ജെ.പി. ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു. തുടർച്ചയായ മൂന്നാം തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വട്ടപൂജ്യം. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് സാഹിബ് സിംഗ് വർമ്മ ഡൽഹി മുഖ്യമന്ത്രിയായേക്കും. പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് പർവേഷ് സിംഗ് ന്യൂസ് 18നോട്. सरकार बन रही है मुख्यमंत्री यहाँ पर? देखिए, हमारी पार्टी में जो हमारा विधायक दल होगा वो तय करेगा, पार्टी की लीडरशिप तय करेगी. आने वाले समय में आपको पता लग जाएगा. ആം ആദ്മി പാർട്ടിയുടെ വൻ മരങ്ങൾ വീണു. കേജ്രിവാൾ നേരിട്ടത് ദയനീയ തോൽവി. ജംഗ്പുരയിൽ സിസോദിയും ഷക്കൂർ ബസ്തിയിൽ സത്യേന്ദ്ര ജെയിനും തോറ്റു. അവസാന റൗണ്ടിൽ ജയിച്ചു കയറി മുഖ്യമന്ത്രി അതീഷി. ഡൽഹിയിലെ സകല മേഖലകളിലും വ്യക്തമായ ആധിപത്യം നേടി ബി.ജെ.പി. ജയമുറപ്പിച്ചത് സമ്പന്ന വിഭാഗങ്ങളുടെയും മധ്യവർഗത്തിന്റെയും പിന്തുണയിൽ. കോൺഗ്രസിന് കിട്ടിയ അധിക വോട്ടുകളും ആപ്പിന് വിനയായി. വിജയാഹ്ലാദം പങ്കിടാൻ വൈകിട്ട് 6:30 പ്രധാനമന്ത്രി ബി.ജെ.പി. ആസ്ഥാനത്തെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ തോറ്റതിന് മിൽക്കിപ്പൂരിൽ പകരം വീട്ടി ബി.ജെ.പി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാനു പസ്വാന് മിന്നും ജയം. സമാജ്വാദി പാർട്ടിക്കേറ്റത് കനത്ത തിരിച്ചടി. തമിഴ്നാട്ടിലെ ഈസ്റ്റ് ഈറോഡ് നിലനിർത്തി DMK. ഭൂവറി വിഷയത്തിൽ CPIയുടെ ഉടക്ക് തീർക്കാൻ CPM. LDF എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളുന്ന മുന്നണിയെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. മദ്യോൽപാദനം തൊഴിൽ സാധ്യത കൂട്ടുമെന്ന് വിശദീകരണം.